ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു വർക്ക് ഫ്രം ഹോം ജോലിയുടെ അവസരവുമായിട്ടാണ്. ഈ വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഏജൻസിയായ സി ഡിറ്റിലാണ്. നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള ഓട്ടോണോമസ് ഏജൻസിയായ സി ഡിറ്റിലാണ്. സ്കാനിംഗ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലാണ് അവരിപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെ അപേക്ഷിക്കാൻ ആവശ്യമായ യോഗ്യത ആണ്. കേവലം SSLC മാത്രമാണ് ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യത, പ്ലസ് ഒരു കമ്പ്യൂട്ടർ നോളേജ് കൂടി വേണമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു മേഖലയിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ ബെനിഫിറ്റ് ആണ്, നല്ലതാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ ജസ്റ്റ് SSLC മാത്രം മതി എന്നാണ് അവർ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത് എവിടേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് അവർ ചോദിക്കുന്ന മറ്റു യോഗ്യതകൾ മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇതാണ് CDIT പുറപ്പെടുവിച്ച ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. സ്കാനിംഗ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് അവർ അപേക്ഷ ക്ഷണിക്കുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, സ്ഥിര നിയമനമല്ല. പെർ പീസ് ഇത്ര റേറ്റ് നിങ്ങൾക്ക് അതിന് അലവൻസ് ആയിട്ട് തരുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. പോസ്റ്റിന്റെ പേര് സ്കാനിംഗ് അസിസ്റ്റന്റ് ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ SSLC ആണ്. SSLC യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ നോളജ് വേണമെന്നും അവർ പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് നിർബന്ധം അവർ പറയുന്നില്ല. നിങ്ങൾക്ക് സമാന മേഖലയിൽ IT മേഖലയിലോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പ്രിഫറൻസ് അവർ കൊടുക്കും. പ്രിഫറൻസ് വിൽ ബി ഗീവൺ ടു ദോസ് കാൻഡിഡേറ്റ് ഹാവിംഗ് വർക്ക് എക്സ്പീരിയൻസ്. സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവർ ഒരു പരിഗണന കൊടുക്കും. പ്ലസ് ഡേ ഷിഫ്റ്റിലും നൈറ്റ് ഷിഫ്റ്റിലും ഒരു കാര്യം മനസ്സിലാക്കുക, വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത് എങ്കിലും അവരുടെ 2 ഷിഫ്റ്റിലും വർക്ക് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അവരൊരു പ്രിഫറൻസ് നൽകുമെന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ശമ്പളമാണ്. ശമ്പളം എന്ന് വെച്ചാൽ മാസശമ്പളം എന്ന രീതിയിലല്ല അവർ പറയുന്നത്. ടു ബി പെയ്ഡ് ഓൺ പീസ് റേറ്റ് ബേസിസ് ഫോർ ദ വർക്ക് കംപ്ലീറ്റ്. അതായത് നിങ്ങൾക്ക് നിശ്ചിത വർക്ക് തരും. ആ വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ ചെയ്ത വർക്കിന് ഇത്ര, അതായത് ഒരു പീസിന് ഇത്ര റേറ്റ് എന്ന രീതിയിലായിരിക്കും അവർ ഇതിന് റെമ്യൂണറേഷൻ നിങ്ങൾക്ക് തരിക. ഇനി ഇതിന്റെ കാലാവധി അവർ പറയുന്നത് ഷോർട്ട് ടൈം എൻഗേജ്മെന്റ് ആണ്. അതായത് സ്ഥിര നിയമനമല്ല, ഒരു ഷോർട്ട് ടൈം എൻഗേജ്മെന്റ് ആണ്. അവർക്ക് പ്രോജക്ട്സ് വരുന്നതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. വിവിധ ജില്ലകളിൽ വേക്കൻസി ഉണ്ട്. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലൊക്കെയാണ് നിലവിൽ വേക്കൻസി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതിൽ കയറി ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അതായത് ഇതിന് കുറച്ച് കാര്യത്തിന് അവരൊരു ബോണസ് മാർക്സ് കൊടുക്കുന്നുണ്ട്. നമുക്കത് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതായത് ഇതിന്റെ സെലക്ഷൻ മെത്തേഡ്. ഏറ്റവും ആദ്യം അവർ നോക്കുന്നത് SSLC മാർക്കാണ്. നിങ്ങളുടെ SSLC മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ സെലക്ഷൻ വരുന്നത്. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. അതിന് നിശ്ചിത വെയിറ്റേജ് അവർ കൊടുക്കും. അതിനുശേഷം നിങ്ങൾ +2 ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു IT മേഖലയിൽ കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു 10 മാർക്ക് ഒരു ബോണസ് പോലെ അവർ നൽകും. അതുകൂടാതെ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ യോഗ്യത ഉണ്ടെങ്കിൽ പ്ലസ് ഒരു 10 മാർക്സ് കൂടി അഡീഷണൽ നിങ്ങൾക്ക് തരും. ഇനി അതുകൂടാതെ സമാന മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മേഖലയിലൊക്കെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോപ്പി നിങ്ങൾക്ക് ഹാജർ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരൊരു അഡീഷണൽ 10 മാർക്സ് കൂടി തരും. സോ 4 രീതിയിലാണ് ക്രൈറ്റീരിയ വരുന്നത്. ഏറ്റവും ആദ്യം നിങ്ങളുടെ SSLC മാർക്ക് നോക്കും. അതിനുശേഷം നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ ഒരു 10 മാർക്ക് അഡീഷണൽ അവർ തരും. അതിനുശേഷം ഡിഗ്രിയോ ഡിപ്ലോമോ ഉണ്ടെങ്കിൽ പ്ലസ് ഒരു 10 മാർക്ക് അഡീഷണൽ തരും. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അഡീഷണൽ ഒരു ബോണസ് പോലെ വീണ്ടും ഒരു 10 മാർക്ക് തരും. അങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് careers.cdit.org എന്നാണ് അവരുടെ വെബ്സൈറ്റ് വരുന്നത്. ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതിൽ കയറിയാൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലാണ് എത്തുക.
ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഈ ഒരു വെബ്സൈറ്റിലെത്തി കരിയർ സെക്ഷനിൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു വെബ് പേജിലെത്തും. അവിടെ ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണും സ്കാനിങ് അസിസ്റ്റന്റ്. നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുക. ഇനി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു വെബ് പേജ് ആണ് വരിക. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിലേക്ക് വളരെ സിമ്പിളായിട്ട് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് 18/9/2024 വൈകുന്നേരം 5 മണി വരെയാണ് ലാസ്റ്റ് ടൈം വരുന്നത്. SSLC യോഗ്യത ആയതുകൊണ്ട് ആപ്ലിക്കൻസ് ഒരുപാട് ഉണ്ടാകും. കാരണം മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവരെടുത്ത് ചോദിക്കുന്നില്ല, സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്നും പറയുന്നില്ല. സോ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, ഒരിക്കലും ലാസ്റ്റിലേക്ക് വെക്കരുത്. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്